അതിനുശേഷം ഈ എപ്പിസോഡിൽ നമ്മൾ കാണുന്നത് ഷൂയാനും ലിന്നും ഇവരുടെ പുതിയ ഡിസൈനിലുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് മുത്തശ്ശിയെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ്. മുത്തശ്ശിയും അത് കണ്ട ഇത് ഭയങ്കര രസമുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇവരും എന്താ മുത്തശ്ശി നിങ്ങൾ മോഡൽസിനെ പോലെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശിയും തീർച്ചയായും നിങ്ങളെ കാണാൻ ഇപ്പൊ ദേവതമാരെ പോലെയുണ്ട് എന്ന് പറയുമ്പോൾ ഇവര് മുത്തശ്ശിക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേക ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞങ്ങളത് കൊണ്ട് തരുന്നുണ്ട് എന്ന് പറയുമ്പോൾ മുത്തശ്ശിയും ഓ അപ്പൊ ഞാനും അത് ഇടുമ്പോ 10 വയസ്സ് കുറയല്ലേ, നല്ല ക്യൂട്ട് ആയിരിക്കും അല്ലെ എന്നൊക്കെ ചോദിച്ചിട്ട് വളരെ സന്തോഷത്തില് അവര് ഫോൺ വെക്കുന്നു. കോള് വെച്ചിട്ട് ഷുയാൻ എലിനോട് മുത്തശ്ശിയെ നമ്മളെ എപ്പോ വിളിച്ചാലും ഫസ്റ്റ് റിംഗിൽ തന്നെ കോൾ എടുക്കും, കാരണം അവരെപ്പോഴും നമ്മുടെ കോള് പ്രതീക്ഷിച്ചിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ലിന്നും അതെ എന്ന് പറയുന്നു. അപ്പൊ ഷുയാൻ ഒരുപാട് തവണ പറഞ്ഞതാ ഇവിടെ വന്ന് താമസിക്കാനായിട്ട് മുത്തശ്ശിയോട്, പക്ഷെ മുത്തശ്ശി കേൾക്കില്ല. കാരണം മുത്തശ്ശി വരുന്നത് കൊണ്ട് നമ്മുടെ ജോലിയും കാര്യങ്ങളൊക്കെ മുടങ്ങുമെന്ന് മുത്തശ്ശി പേടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എന്തായാലും നമുക്ക് നമ്മുടെ സ്റ്റുഡിയോ സക്സസ് ആക്കണം, എന്നിട്ട് നമുക്ക് സ്വന്തമായിട്ട് വീടും കാര്യങ്ങളൊക്കെ വാങ്ങണം, എന്നിട്ട് മുത്തശ്ശിയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം, നാളെ മിസ് ചെയ്യാത്ത തരത്തിലുള്ള വീടും കാര്യങ്ങളൊക്കെ പണിയണം, അതിന് ഇനിയും ഒരുപാട് പണിയെടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് അവര് വീണ്ടും വർക്കിനൊക്കെ ആയിട്ട് പോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഇപ്പോ ഷുയാൻ ആണെങ്കിൽ ഒരു സ്ഥലത്ത് പെട്ടിരിക്കുകയാണ്. ഇവള് അവളുടെ പ്രൊഡക്ഷനിൽ നിന്ന് ഫസ്റ്റ് ബാച്ച് ഡ്രസ്സ് കൊണ്ടുവരുന്ന സമയത്ത് ആ ഒരു ട്രക്ക് ആണെങ്കിൽ കംപ്ലൈന്റ് ആയിട്ട് വഴിയിൽ കിടക്കാണ്. അതുകൊണ്ട് തന്നെ ഇവളെ യാവോയെ വിളിച്ച് ഇത് ഇനി ശരിയാക്കാനായിട്ട് 3-4 മണിക്കൂർ എടുക്കുന്ന പറയുന്നത്. സമയത്തിന് സാധനം എത്തിച്ചില്ലെങ്കിൽ നമ്മുടെ സെയിൽസും കാര്യങ്ങളൊക്കെ തകരാറിലാവും, അതുമല്ല എക്സ്ട്രാ ഫീസും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് പേ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഒരു ട്രക്ക് ഇങ്ങോട്ട് പറഞ്ഞയക്കാനായിട്ട് ഏൽപ്പിക്കുന്നു. ഇവെല്ലാം പെട്ടെന്ന് തന്നെ ട്രക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഹോമിംഗ് ആണെങ്കിൽ കറക്റ്റ് അങ്ങോട്ടേക്ക് വരികയാണ്. സോ ഇവരുടെ ടെൻഷനും കാര്യങ്ങളൊക്കെ കണ്ട എന്താ പ്രശ്നം എന്ന് അന്വേഷിക്കുമ്പോൾ യാവോയും ഷുയാൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ പെട്ടിരിക്കുകയാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ഷുയാൻ ആണെങ്കിൽ ആ ഒരു ട്രക്കിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ ഒരു സമയത്ത് ഒരു ട്രക്ക് ആണെങ്കിൽ ഇവളുടെ അടുത്തേക്ക് വരുന്നു. വളരെ പെട്ടെന്നാണല്ലോ, വിളിച്ചു പറഞ്ഞ ഉടനെ തന്നെ ട്രക്ക് വരികയാണ്. ഇത്ര പെട്ടെന്ന് ആരാ ട്രക്ക് പറഞ്ഞയച്ചത്, ഇനി ഇത് ഇവർക്കുള്ളത് തന്നെയാണോ എന്ന് പോലും അറിയാതെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുമ്പോൾ അതൊറ്റയ്ക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് മറ്റാരുമല്ല ഹോമിംഗ് ആണ്. സോ ഇവള് നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോ ഹോമിംഗ് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാ, നീ വണ്ടിയിൽ കയറിയിരിക്കെ, ഞാൻ ഇതൊക്കെ മാറ്റിക്കൊള്ളാം എന്ന് പറയുമ്പോ ഇവള് ഇല്ല ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യാം എന്ന് പറയുന്നു. പക്ഷെ ഹോമിംഗ് കേൾക്കുന്നില്ല. ഇവളെ സേഫ് ആക്കി വണ്ടിയിൽ ഇരുത്തിയിട്ട് ഇവൻ തന്നെ ആ ഒരു ഡ്രൈവറിന്റെ സഹായത്തോടു കൂടി ആ ട്രക്കിലുള്ള സാധനങ്ങളെ എല്ലാം തന്നെ ഈ ഒരു വണ്ടിയിലേക്ക് മാറ്റാണ്. കുറച്ച് ഭാരിച്ച പണി തന്നെയാണ് അവൻ ചെയ്യുന്നത്. അത് കാണുമ്പോൾ ഷോയാണ് ഇവൻ വളരെ സിൻസിയർ ആയിട്ടാണല്ലോ ഇവൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത്. സോ എന്തോ ഒരു സഹതാപമൊക്കെ തോന്നുന്നു. ഹോമിംഗും വളരെ കഷ്ടപ്പെട്ട് തന്നെ ഒരു പരാതിയും കൂടാതെ വളരെ കൂളായിട്ട് അതെല്ലാം തന്നെ ഈ ഒരു വണ്ടിയിലേക്ക് ആക്കാണ്. ഒരുപാട് സമയമെടുത്താണ് അത് തീർക്കുന്നത്. ഇവ മാത്രമാണല്ലോ ഉള്ളത്. അത് തീരുമ്പോൾ ഇവളും അവന് കുടിക്കാനായിട്ട് വെള്ളവും കാര്യങ്ങളൊക്കെ കൊണ്ടുചെന്ന് കൊടുക്കുന്നു. അപ്പൊ ഹോമിംഗ് ഇവളോട് നിനക്ക് ഒരുപാട് സ്റ്റാഫ് ഉള്ളതല്ലേ, നീ തന്നെ ഇതിലേക്ക് വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോ ഇവള് ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ബാച്ച് ആണ്, അതുകൊണ്ട് തന്നെ ഒരു കുറ്റവും കുറവും ഉണ്ടാവാൻ പാടില്ല എന്ന് വിചാരിച്ച ഞാൻ തന്നെ ചെയ്യാനായിട്ട് വന്നത് എന്ന് പറഞ്ഞിട്ട് അല്ല അപ്പൊ നിങ്ങളുടെ കാര്യമോ, നിങ്ങൾക്ക് വേറെ ആരും ഇല്ലായിരുന്നോ എന്നെ സഹായിക്കാൻ പറഞ്ഞയക്കാൻ, നിങ്ങൾ തന്നെ ഡയറക്റ്റ് വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോ ഹോമിംഗ് അത് പിന്നെ ഞാൻ എന്റെ അസിസ്റ്റന്റിനെ വിളിച്ചതായിരുന്നു, പക്ഷെ അവൻ ഫോൺ എടുക്കുന്നില്ല, പിന്നെ സമയമില്ലാത്തത് കൊണ്ട് എനിക്ക് തന്നെ വരേണ്ടി വന്നു എന്ന് പറയുമ്പോൾ ഷുയാനാണെങ്കിൽ ഇവന്റെ ആ ഒരു കള്ളത്തരം മനസ്സിലാക്കിയിട്ട് തന്നെ ചിരിക്കാണ്. അപ്പോ ഹോമിംഗ് ഇവളോട് നിനക്ക് ഞാൻ ഒരുപാട് സഹായങ്ങൾ ഓഫർ ചെയ്തതല്ലേ, നീ എന്താ അത് സ്വീകരിക്കാത്തത്, ബിസിനസ്സിൽ സഹായം ചോദിക്കുന്നതും വാങ്ങുന്നതും ഒന്നും അത്ര മോശപ്പെട്ട കാര്യമൊന്നുമല്ല എന്ന് പറയുമ്പോൾ ഇവള് അതുകൊണ്ടൊന്നല്ല, എന്റെ ലൈഫില് എനിക്ക് വേണ്ട കാര്യങ്ങള് എനിക്ക് തന്നെ ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് എന്നോട് തന്നെ പ്രൂവ് ചെയ്യണമായിരുന്നു, അതിനു വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ ഹോമിംഗ് ശരി ഇപ്പോ പൈസയുടെ പവർ കൊണ്ടല്ലോ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്തത്, ഞാൻ ഒറ്റയ്ക്കാണ് വണ്ടി ഓടിച്ചോണ്ട് വന്നത്, അതുകൊണ്ട് ഇപ്പൊ നീ എനിക്ക് എന്ത് റിവാർഡാണ് തരാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവള് ഒന്നും തന്നെ മിണ്ടുന്നില്ല. അപ്പോ ഹാമിംഗ് ഇവളോട് എനിക്കറിയാം ഞാൻ കാരണമാണ് നീ ഇത്രയും ഹാർഡായിട്ടുള്ള ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന്, ഞാൻ നിന്റെ വാല്യൂ മനസ്സിലാക്കാതെ പോയി, എന്റെ തെറ്റ് തന്നെയാണ് എന്ന് പറയുമ്പോൾ ഇവള് അതൊന്നും സാരമില്ല, ഞാൻ ഇപ്പോഴുള്ള ലൈഫിൽ വളരെ ഹാപ്പിയാണ്, പിന്നെ ഇതൊന്നും അത്ര ബുദ്ധിമുട്ടുള്ള ജോലിയല്ല, കുറച്ച് ബുദ്ധിമുട്ടിയാലും പിന്നീട് ഒരുപാട് സന്തോഷം കിട്ടുന്ന ഒരു ജോലിയാണ്, എനിക്ക് എന്റെ ഹാപ്പിനെസ് എന്റെ അടുത്ത് നിന്ന് തന്നെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും വേണ്ടപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ ഹോമിങ്ങും ഇവൾക്ക് അതിനുള്ള വിഷും കാര്യങ്ങളൊക്കെ പറയുന്നു, നിന്നെ കൊണ്ട് എന്നും അതിന് സാധിക്കട്ടെ എന്ന രീതിയിൽ. എന്നിട്ട് ഇവനാണെങ്കിൽ ആ ഒരു ട്രക്കിനകത്ത് കയറിയിട്ട് സാധനങ്ങളൊക്കെ അടുക്കി വെക്കുന്ന സമയത്ത് ഇവള് ഒരു കാര്യം പറയട്ടെ, നിങ്ങള് മിസ്റ്റർ ലിയാങ്ങിനെ ടാർഗറ്റ് ചെയ്യരുത്, മോശമായിട്ട് പെരുമാറരുത് എന്ന് പറയുമ്പോൾ ഇവൻ ഞാൻ ഇതിനെപ്പോഴാ പുള്ളിക്കാരനെ ടാർഗറ്റ് ചെയ്തത്, അവനല്ല എന്റെ അടുത്തേക്ക് ചോദിച്ചോണ്ട് വരുന്നത് എന്ന് പറയുമ്പോൾ ഷുയാൻ നിങ്ങൾ രണ്ടുപേരും യാൻ സ്റ്റുഡിയോയുടെ ബെസ്റ്റ് ആയിട്ടുള്ളതാണ് ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് അറിയാം എന്ന് പറയുമ്പോൾ ഹോമിംഗ് അപ്പോ നീ അവന്റെ വാക്കുകൾ വിശ്വസിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇവള് പുള്ളി അതിനുവേണ്ടി മോശപ്പെട്ട വ്യക്തിയൊന്നും അല്ല, മോശപ്പെട്ട കാര്യവും പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവന്റെ ഫേസ് മാറി, അപ്പോ നീ അവന്റെ പ്ലാൻ ആണല്ലേ സ്വീകരിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഷുയാൻ അല്ല ഞാൻ നിങ്ങളുടെ പ്ലാൻ തന്നെയാണ് സ്വീകരിച്ചത് എന്ന് പറയുമ്പോൾ ഇവന് സന്തോഷമായിട്ട് നല്ല തീരുമാനം എന്ന് പറയുന്നു. അതിനുശേഷം ഇവരാണെങ്കിൽ ഇപ്പോൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഹോമിങ് ആണെങ്കിൽ നല്ല രീതിയിൽ പണിയെടുത്തിട്ടാണല്ലോ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു ക്ഷീണം കാരണം ഇവളുടെ ദേഹത്തോട്ട് ഉറങ്ങി വീഴാണ്. ഇവളാണെങ്കിൽ ഫസ്റ്റ് ഇവന്റെ തല പിടിച്ച് മാറ്റുന്നു, പക്ഷെ വീണ്ടും ഇവൻ ഇവളുടെ തോളിലേക്ക് വീഴാണ്. ഇവളും പിന്നെ പിടിച്ചു മാറ്റാനൊന്നും പോകുന്നില്ല, ഇവൾക്ക് വേണ്ടിയിട്ടാണല്ലോ അത്രയും കഷ്ടപ്പെട്ടത്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഇവരുടെ ഫസ്റ്റ് ബാച്ചിലെ ഡ്രസ്സ് എല്ലാം തന്നെ സെയിലായി പോയേക്കാണ്. വളരെ പെട്ടെന്നാണ് അതെല്ലാം തന്നെ ഇവർക്ക് സെല്ലാക്കാൻ സാധിച്ചത്. മാത്രമല്ല എല്ലാ കസ്റ്റമേഴ്സിന്റെ അടുത്തൊന്നും ഇവർക്ക് പോസിറ്റീവ് ആയിട്ടുള്ള റിവ്യൂസ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഇനി രണ്ടാമത്തെ ബാച്ച് റെഡിയാണോ എന്ന് ചോദിക്കുമ്പോൾ യാവോയും ഡിസൈനും കാര്യങ്ങളൊക്കെ ഫാക്ടറിയിൽ അയച്ചിട്ടുണ്ട്, അതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നു. എന്തായാലും എല്ലാവരും വളരെ ഹാപ്പിയാണ്. എല്ലാവരുടെയും കഷ്ടപ്പാടിനൊക്കെ ഫലം ഉണ്ടായല്ലോ. ഷോയാന്റെ ഇപ്പോഴുള്ള ആ ഒരു ലൈഫ് നല്ല രീതിയിൽ ബെറ്റർ ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ദിവസം പെട്ടെന്ന് തന്നെ ഇവരുടെ കണ്ടകൽ ശനി തുടങ്ങാണ്. ലിന്നാണെങ്കിൽ ഒരു ദിവസം രാവിലെ വിളിച്ചിട്ട് വലിയൊരു പ്രശ്നമുണ്ട്, എത്രയും പെട്ടെന്ന് ഓഫീസിലേക്ക് എത്താനായി പറയാണ്. ഇവളും പെട്ടെന്ന് തന്നെ ഓഫീസിലേക്ക് എത്തുന്നു. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഡിസൈനിൽ മാർക്കറ്റിൽ മറ്റൊരു ബ്രാൻഡും ഇതേ ഡ്രസ്സ് ഇറക്കിയിരിക്കുകയാണ്. ഇവരുടെ ബ്രാൻഡ് ഐറ്റംസിനൊക്കെ 3000-2000 സംതിങ് റേറ്റിലൊക്കെയാണ്. അതിന് മുകളിലോട്ടാണ് ഡ്രസ്സിന്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ആ ഒരു ലോക്കൽ പ്രോഡക്റ്റ് ആണെങ്കിൽ 300-200 രൂപയ്ക്കാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇവരുടെ അതേ സെയിം ഡിസൈനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും അത് ചർച്ചയാക്കാണ് ആ ഒരു കാര്യം. ഈ ഒരു യാൻ സ്റ്റുഡിയോ ആളുകളെ കൊള്ളയടിക്കാണ് എന്ന് പറഞ്ഞിട്ട്. കാരണം മറ്റേ ആ ഒരു ലോക്കൽ ബ്രാൻഡിന്റെ തുണിയും ഇവരുടെ തുണിയായിട്ട് ക്വാളിറ്റിയിലൊന്നും തന്നെ ഒരു വ്യത്യാസമില്ല, രണ്ടും ഒരേ ക്വാളിറ്റിയാണ്. പക്ഷേ ഷോയാൻ നോക്കുന്ന സമയത്ത് അവരുടേത് മെഷീൻ നിർമ്മിതവും ഇവരുടേത് ഹാൻഡ് മെയ്ഡും ആണ്. സോ ഇവർക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവുന്നു. പക്ഷേ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആളുകൾ വരെ റിവ്യൂ ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. ഷോയാനെയും ഇവളുടെ കമ്പനിയും പറ്റി വളരെ മോശം കാര്യങ്ങളാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫുള്ള് നെഗറ്റീവ് ആയിരിക്കാണ്. വാങ്ങിച്ചവർ തന്നെ കുറ്റം പറയാനായിട്ട് തുടങ്ങുന്നു. അപ്പോ ആ ഒരു കാര്യം ലിയാങ്ങും ഇവിടെ കണ്ടോണ്ടിരിക്കുകയാണ്, ന്യൂസും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇവനോടാണെങ്കിൽ ഇവന്റെ ചേച്ചി വന്നിട്ട്, നീ സപ്പോർട്ട് ചെയ്ത യാൻ സ്റ്റുഡിയോ ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നത്, പബ്ലിക്കിന്റെ കാഴ്ചപ്പാട് എന്താ എന്ന് ചോദിക്കുമ്പോ ഇവൻ ബിസിനസ്സില് ഇതൊക്കെ നോർമൽ അല്ലേ എന്ന് ചോദിക്കുന്നു. പക്ഷെ ചേച്ചിയാണെങ്കിൽ ഇനി നീ അവരെ സഹായിക്കാനും പോകണ്ട, ഇൻവെസ്റ്റ് ചെയ്യാനും പോകണ്ട, ഇതുവരെ ഉള്ളതൊക്കെ മതി, എല്ലാം നിർത്തിക്കോ എന്ന് പറഞ്ഞ് ഇവനെ വിരട്ടിയിട്ട് പോവാണ്. ഇവന് ഫസ്റ്റിലെ ഒരു വാർണിംഗ് കൊടുത്തതാണ് എങ്കിൽ പോലും ലിയാങ് അത് കേട്ടിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഇവര് സ്ട്രിക്റ്റ് ആയിട്ടാണ് ആ ഒരു കാര്യം പറഞ്ഞിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഷോയാൻ നേരെ ഇവനെ കാണാനായിട്ട് എത്തിയിരിക്കുകയാണ്. ഇവളുടെ ആ ഒരു വിഷമം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ലിയാങ് ഇവളോട്, നീ വറീഡ് ആവണ്ട, ഇതൊക്കെ ബിസിനസ്സിൽ നോർമൽ ആണ്, കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ അങ്ങ് മാറിക്കോളും, ഇത് അത്ര വലിയ ഇഷ്യൂ ഒന്നും അല്ല, നിനക്ക് എന്ത് സഹായത്തിനും ഞാൻ ഇവിടെ തന്നെ ഇല്ലേ എന്ന് പറയുമ്പോൾ ഇവനോട് ക്ഷമ ചോദിക്കുകയാണ്. കാരണം ഇവർക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഫണ്ടൊക്കെ കൊടുത്ത് സഹായിച്ചത് ലിയാങ് ആണല്ലോ. പക്ഷെ ഇവനും കൂടിയിട്ടാണ് ഇപ്പൊ പെട്ടിരിക്കുന്നത് എന്ന് ഇവർക്ക് മനസ്സിലായി. കാരണം ഇവന്റെ ചേച്ചിയുടെ കമ്പനി ഇവർക്ക് മെയിൽ അയച്ചിട്ടുണ്ട്, ഇനി ഇവരുടെ സ്റ്റുഡിയോയിൽ അവരെ ഇൻവെസ്റ്റ് ചെയ്യില്ല, അതിന് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അത് സ്റ്റോപ്പ് ചെയ്തേക്കാണ് എന്ന് പറഞ്ഞു. അപ്പോ അതാണെങ്കിൽ ഇപ്പോഴാണ് ലിയാങ് അറിയുന്നത് ഇവൾക്ക് ചേച്ചി മെയിൽ അയച്ചു എന്ന കാര്യം. സോ ഇവന് മനസ്സിലായി ചേച്ചി തന്നെയാണ് അത് ചെയ്തതെന്ന്. അതുകൊണ്ട് തന്നെ ഇവളോട്, അതെന്റെ ചേച്ചിയാണ് ചെയ്തത്, പക്ഷെ ഞാൻ നിന്റെ കൂടെ തന്നെയാണ് ഉള്ളത്, ഞാൻ എന്റെ കയ്യിലുള്ള സേവിങ്സ് വന്ന് നിന്നെ സഹായിക്കാൻ റെഡിയാണ്, കമ്പനിയുടെ ഫണ്ട് എടുക്കുന്നില്ല, അതെടുത്താലല്ലേ പ്രശ്നമുള്ളൂ എന്ന് പറയുമ്പോൾ ഷോയാൻ, വേണ്ട, നിങ്ങൾ എപ്പോഴും എനിക്ക് നല്ലൊരു ഫ്രണ്ടാണ്, അത് പൈസ യൂസ് ചെയ്ത് കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങളെ കൂടി ഞാൻ കാരണം പ്രശ്നത്തിലാക്കില്ല, നമ്മൾ നല്ല ഫ്രണ്ട്സ് ആണെന്ന് എനിക്കറിയാം, പക്ഷെ ബിസിനസ്സിലേക്ക് അത് കൊണ്ടുവന്ന് അതിന്റെ മൂല്യം നഷ്ടപ്പെടുത്താൻ എനിക്ക് വയ്യ, ഇത് ഞങ്ങളുടെ പ്രശ്നമാണ്, നിങ്ങളെ ബാധിക്കുന്നതല്ല, അതെടുത്ത് തലയിൽ വെക്കേണ്ട കാര്യമില്ല. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലായി, നിങ്ങളൊരു നല്ല ഇൻവെസ്റ്റർ തന്നെയാണ്, അതുപോലെ തന്നെ നല്ലൊരു ഫ്രണ്ടും എന്ന് പറയുമ്പോൾ ഇവനും, ഇവളുടെ തീരുമാനം അതാണെങ്കിൽ ഞാൻ ഒരിക്കലും പുഷ് ചെയ്യില്ല, നിന്റെ ഡിസിഷൻ എന്തായാലും ഞാൻ റെസ്പെക്ട് ചെയ്യാണ്. ഇപ്പോ എന്റെ കമ്പനി ഫണ്ടും കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്, പക്ഷേ പ്രശ്നങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ചേച്ചിയോട് സംസാരിച്ച് അത് മാറ്റുന്നതായിരിക്കും, നിന്റെ കമ്പനിയുടെ ഇൻവെസ്റ്റർ എന്നും ഞാൻ തന്നെ ആയിരിക്കും എന്ന് പറയുമ്പോൾ ഷുയാനും അത് സമ്മതിക്കാണ്. സോ ഇവർ തമ്മിൽ ഒരു നല്ല അണ്ടർസ്റ്റാൻഡിംഗിൽ എത്തുന്നു. അതിനുശേഷം ഷുയാന്റെ സ്റ്റാഫ് എല്ലാവരും തന്നെ ഭയങ്കര വിഷമത്തിലും ഒരു ഉന്മേഷവും ഇല്ലാതെയാണ് ഇരിക്കുന്നത്. പക്ഷെ ഷുയാൻ ആണെങ്കിൽ ഇവരോട് നെക്സ്റ്റ് ബാച്ച് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറയുന്നു, അത് സ്റ്റോപ്പ് ചെയ്ത് വെക്കണ്ട, അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറയാണ്. അപ്പൊ ഇവര്, അതിന് നമ്മുടെ കയ്യിൽ ഫണ്ടില്ല, ഇപ്പൊ തന്നെ സെക്കൻഡ് ബാച്ച് ഫുൾ ആയിട്ട് തീർക്കാൻ പോലും ആയിട്ടില്ല, അപ്പൊ മൂന്നാമത്തേയും കൂടി നമ്മൾ തുടങ്ങി വെച്ചാൽ നമ്മൾ ഫണ്ടിന് എങ്ങോട്ട് പോകും എന്ന് ചോദിക്കുമ്പോ അതൊന്നും നിങ്ങളെ കാര്യമായിട്ട് എടുക്കണ്ട, ഇപ്പൊ നടക്കുന്നത് എന്നും ഇങ്ങനെ നിലനിൽക്കാൻ പോകുന്നില്ല, നമുക്കിത് ഫേസ് ചെയ്ത് മുന്നോട്ട് പോയേ പറ്റൂ എന്ന് പറഞ്ഞ് എല്ലാവർക്കും ഒരു ധൈര്യവും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അവരും കുറച്ച് ഓക്കെ ആവുകയാണ്. പക്ഷെ അതിനുശേഷം ഇവരുടെ പ്രൊഡക്ഷനിൽ നിന്നാണെങ്കിൽ ആള് വന്നിട്ട് ഇവരോട് ഇയാളുടെ പേയ്മെന്റ് സെറ്റിൽ ചെയ്യാനായിട്ട് പറയാണ്, ഫുള്ള് തുക. ആ ഒരു സമയത്ത് ഷുയാൻ ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ലിന്നാണെങ്കിൽ, സർ നമ്മുടെ കോൺട്രാക്ട് അനുസരിച്ച് മാസാവസാനം സെറ്റിൽമെന്റ് നടത്തുമെന്നല്ല എഗ്രി ചെയ്തിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ഇയാള്, മാസാവസാനമൊക്കെ നിങ്ങളുടെ കമ്പനി ഒരു ഉണ്ടാവുമെന്ന് ആരറിഞ്ഞോ, എനിക്കിപ്പോ തന്നെ എന്റെ പേയ്മെന്റ് കിട്ടിയിരിക്കണം, അത് കഴിഞ്ഞ് മാത്രമേ അടുത്ത പ്രൊഡക്ഷൻ തുടങ്ങാൻ സാധിക്കൂ എന്ന് പറയുമ്പോൾ ഇവരെല്ലാരും ഒറ്റക്കെട്ടായിട്ട്, അതെങ്ങനെ ശരിയാവും, കോൺട്രാക്ട് അനുസരിച്ച് മാത്രമേ ഞങ്ങൾക്ക് പ്രവർത്തിക്കാനാവൂ, ഞങ്ങൾക്ക് പൈസ തരാനാവില്ല എന്ന് പറയുമ്പോൾ ഇയാള്,
ഓ അങ്ങനെയാണല്ലേ, നിങ്ങൾ എല്ലാരും കൂടി എന്നെ തല്ലാൻ നോക്കാണല്ലേ. പൈസ തരാതെ മുങ്ങാനുള്ള പരിപാടിയാണെങ്കിൽ ഞാൻ ആരും വെറുതെ വിടാൻ പോകുന്നില്ല. ഇത് ഇവിടെ കൊണ്ടത് അവസാനിച്ചെന്ന് വിചാരിക്കേണ്ട എന്ന് പറഞ്ഞ് ഇയാളാണെങ്കിൽ വെല്ലുവിളിച്ചിട്ട് അവിടെ നിന്ന് പോവാണ്. അപ്പോ സ്റ്റാഫൊക്കെ ഇത് ഷുയാനെ അറിയിക്കണ്ടേ എന്ന് ചോദിക്കുന്നു. അപ്പൊ ലിന്നാണെങ്കിൽ വേണ്ട, ഇപ്പൊ തന്നെ അവർക്ക് ഒരുപാട് പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതും കൂടെ അറിയിച്ച് ബുദ്ധിമുട്ടിക്കണ്ട എന്ന് പറയുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് ഇപ്പൊ ഷുയാനാണെങ്കിൽ ഈ ഒരു സ്റ്റീവ് കാണാനായിട്ട് എത്തിയിരിക്കുകയാണ്. എന്നിട്ട് ഇവളുടെ ആ ഒരു ഓഫീസും സെറ്റപ്പും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ട് ഈ ഒരു സംരംഭത്തിന്റെ വിഷയം കാര്യങ്ങളൊക്കെ നേർന്നിട്ട്, നിങ്ങൾ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടും ഇത്രയും മോശം അഭിപ്രായമാണല്ലോ മാർക്കറ്റിലുള്ളത്, അതും ഫേക്ക് ഇറങ്ങിയതുകൊണ്ട് വളരെ കഷ്ടമായി പോയി മാഡം, വലിയ നഷ്ടമുണ്ടായി കാണുമല്ലേ. ഇൻവെസ്റ്ററും കൈയൊഴിഞ്ഞു. ഉടനെ തന്നെ സപ്ലയേഴ്സും പേയ്മെന്റ് ചോദിച്ചു വരും. അതൊക്കെ എങ്ങനെയാ മാഡം ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവളൊരു കാര്യം ഓർക്കാണ്. അതായത് ലിയാങ്ങിനെ ഇവള് ലാസ്റ്റ് കണ്ട സമയത്ത് തന്നെ അവൻ ഇവളോട് പറഞ്ഞിരുന്നു, ബിസിനസ്സില് വ്യാജൻ പുറത്തിറങ്ങുന്നതും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും ഒക്കെ സർവ്വസാധാരണം തന്നെയാണ്. പക്ഷേ അത് വലിയ വലിയ കമ്പനികളെ ടാർഗറ്റ് ചെയ്ത് മാത്രമാണ് നടക്കുന്നത്. നിന്റേതുപോലെ ഒരു സ്റ്റാർട്ടപ്പിന് ഇങ്ങനെ ഒരു വെല്ലുവിളി നേരിടണമെങ്കിൽ ഇത് വെറുതെ ഉണ്ടായ ഒരു പ്രശ്നമൊന്നുമല്ല. ആരോ ഇതിന് പിന്നില് നിന്നെ ഉന്നം വെക്കുന്നുണ്ട്. നീ ആരോടെങ്കിലും എന്തെങ്കിലും പ്രശ്നത്തിന് പോയായിരുന്നോ എന്ന് ആലോചിച്ച് നോക്കാനായിട്ട് പറഞ്ഞിരുന്നു. സോ ഇവൾക്ക് അപ്പോ അത് മനസ്സിലായില്ല. പക്ഷെ ഇപ്പൊ മനസ്സിലായി ഇതിന്റെ പിന്നില് ഇയാളായിരുന്നു എന്ന കാര്യം. ഇയാളുടെ ആവശ്യം ഇവള് അംഗീകരിച്ചില്ലായിരുന്നല്ലോ. സോ ഇവള് ഡയറക്റ്റായിട്ട് തന്നെ ഇയാളോട്, ഇത് വാണിംഗ് ആണോ റിമൈൻഡർ ആണോ, നിങ്ങൾ ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടല്ലേ, അതുകൊണ്ടല്ലേ നിങ്ങൾ ഇപ്പൊ എന്നെ കാണാൻ വന്നത് എന്ന് ചോദിക്കുമ്പോ ഇയാള് ചിരിച്ചിട്ട്, അയ്യോ മാഡം എന്നെ തെറ്റിദ്ധരിക്കല്ലേ, ഞാൻ നിങ്ങളുടെ ഫാൻ അല്ലേ, ഞാൻ നിങ്ങളുടെ സിറ്റുവേഷൻ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാ വന്നത്. പക്ഷേ നിങ്ങളിപ്പോ എന്നെ സഹായിക്കാൻ തയ്യാറാണെങ്കിൽ, അതായത് റഷ്യന്റെ ഗ്രൂപ്പ് ജിന്ദ ഗ്രൂപ്പിനെ നഷ്ടപ്പെടുത്താനായിട്ട് പബ്ലിക്കിന്റെ മുന്നിൽ നിങ്ങളെ ഡിവോഴ്സ് ആവാൻ പോവാണ് എന്ന ഒരു കാര്യം അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ 5 മില്യൺ തരുന്നതായിരിക്കും. നിങ്ങളുടെ ഇപ്പോഴുള്ള എല്ലാ പ്രശ്നവും സോൾവ് ആവും, നിങ്ങൾക്ക് ഈസി ആയിട്ട് മുന്നോട്ട് എല്ലാ കാര്യങ്ങളും കൊണ്ടുപോവാം എന്ന് പറയുമ്പോ ഇവള് നോ പറയുന്നു. അപ്പൊ ഇയാള് വീണ്ടും 10 മില്യൺ പറയാണ്. അപ്പോഴും ഇവള് മിണ്ടുന്നില്ല. സോ ഇയാള് 20 മില്യൺ പറയുന്നു. അപ്പൊ ഷുയാൻ, ഇതൊക്കെ വളരെ ചെറിയ എമൗണ്ട് അല്ലേ, ചിന്താ ഗ്രൂപ്പിനെ പോലെ ഒരു കമ്പനിയെ നിങ്ങൾ താഴെ ഇറക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ നക്കാപേശം കൊണ്ട് വന്നാല് നടക്കുന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഞാനിപ്പോ ജിന്ദ ഗ്രൂപ്പിന്റെ ഹെൽപ്പ് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് 20 മില്യണേ കിട്ടൂന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് എന്ന് പറയുമ്പോ ഇയാള് അതിൽ കൂടുതൽ ഒന്നും തന്നെ ഇവൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മാഡം, നിങ്ങളാണ് ഇപ്പൊ വലിയൊരു പ്രശ്നത്തിൽ പെട്ടിരിക്കുന്നത്. അതുകൊണ്ടിപ്പോ ഞങ്ങള് തരുന്ന പൈസ സ്വീകരിച്ച് ഞങ്ങളെ സഹായിക്കുക എന്നുള്ളതല്ലാതെ നിങ്ങൾക്ക് മുന്നിൽ വേറെ ഒരു വഴിയില്ല എന്ന് പറയുമ്പോ ഇവള്, ഞാനൊരു പ്രശ്നത്തിലാണെന്ന് എനിക്കറിയാം, പക്ഷെ എന്ന് ഞാൻ ഈ കുഴിയിൽ കിടക്കാൻ പോകുന്നില്ല, ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്ന് ഞാൻ തന്നെ തീരുമാനിച്ചോളാം എന്ന് പറയുമ്പോൾ ഇയാളും, അപ്പൊ പിന്നെ ഇനി വരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ അനുഭവിക്കാനായിട്ട് പറഞ്ഞിട്ട് ഇറങ്ങി പോവാണ്. അപ്പൊ ഇവിടെ ഹോമിങ്ങും അവൾക്ക് വന്നിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അറിയാണ്. സോഷ്യൽ മീഡിയ ഫുള്ള് അവളുടെ ആ ഒരു കമ്പനിക്ക് നെഗറ്റീവാണ് വന്നേക്കുന്നത്. എല്ലാവരും വിമർശിക്കാണ്. മാത്രമല്ല അസിസ്റ്റന്റും ഇവനോട് ഷുയാനെ കാണാൻ വേണ്ടി ഇന്ന് സ്റ്റീവ് യാൻ സ്റ്റുഡിയോയിൽ എത്തിയ കാര്യവും അറിയിക്കാണ്. ഇപ്പോ ഹാമിങ് ആണെങ്കിൽ ഷുയാനെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ പോലും അത് അവള് സ്വീകരിക്കില്ല. അതുകൊണ്ട് തന്നെ ഇവന് അവളുടെ പ്രശ്നത്തിൽ ഒന്നും തന്നെ ചെയ്യാനാവുന്നില്ല. പക്ഷെ ഇവിടെ ഷുയാന്റെ കമ്പനിയിലെ ഒരു സ്റ്റാഫ് ആണെങ്കിൽ വന്നിട്ട് ഈ ഒരു ജോലി ഇയാൾ റിസൈൻ ചെയ്യാണ് എന്ന് പറയുന്നു. അപ്പൊ അത് കേട്ട് ഷുയാൻ, അതെന്താ ഇത്ര പെട്ടെന്ന് എന്ന് ചോദിക്കുമ്പോൾ ഇയാള് തനിക്ക് വേറൊരു കമ്പനിയിൽ പുതിയൊരു നല്ല ഓഫർ വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷെ ഇയാളാണെങ്കിൽ ഇവിടുത്തെ ഫിനാൻസും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇറങ്ങിപ്പോക്ക് നടക്കില്ല. മറ്റൊരാളെ ഏൽപ്പിച്ചിട്ട് മാത്രം ഇയാൾക്ക് പോകാൻ സാധിക്കൂ. അത് മാത്രമല്ല ഇവിടെ ജോലിക്ക് കയറുന്നതിന് മുന്നേ 30 മാസത്തെ നോട്ടീസ് പീരീഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവള് ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതൊന്നും പാലിക്കാതെ അങ്ങനെ ഇവിടുന്ന് പെട്ടെന്ന് ഇറങ്ങി പോകാൻ പറ്റില്ല എന്ന് പറയുന്നു. പക്ഷെ ഇയാളാണെങ്കിൽ ഇവിടെ നിന്ന് പോയേ പറ്റൂ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് പ്രശ്നമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവളോട്. പക്ഷെ ആ ഒരു സമയത്താണ് ലിനിനെ കാണാൻ വേണ്ടിയിട്ട് ഷൻ അങ്ങോട്ടേക്ക് വരുന്നത്. ഇവളെ കണ്ട് ക്ഷമ ചോദിച്ച് ഇവൻ ഈ ഒരു നാട്ടിൽ നിന്ന് പോവാണ്. സോ യാത്ര പറയാൻ വേണ്ടി എത്തിയതാണ്. ഇവൻ ഇവളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതാണല്ലോ. സോ ആ ഒരു കാര്യങ്ങൾക്കൊക്കെ ഇവൻ ക്ഷമ ചോദിക്കുകയാണ് ഇവളോട്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അകത്ത് ആ ഒരു സ്റ്റാഫ് ബഹളം ഉണ്ടാക്കുന്നത് കേൾക്കുന്നത്. അങ്ങോട്ടേക്ക് ചെല്ലുന്ന ഇവരും അതെല്ലാം കേൾക്കാണ്. അപ്പൊ ഷെന്നാണെങ്കിൽ ഈ ഒരു സ്റ്റാഫിനോട്, നീ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു, പക്ഷെ ഒരു അക്കൗണ്ടന്റ് എന്ന സ്ഥിതിക്ക് നീ ഇവിടുന്ന് പോകുന്നതിന് മുന്നേ നിന്റെ ഉത്തരവാദിത്തങ്ങള് ഇനി വരുന്ന ആൾക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ട് വേണം ഇറങ്ങി പോവാൻ. ഹാൻഡ് ഓവർ ചെയ്യാതെയാണ് റിസൈൻ ചെയ്യുന്നതെങ്കിൽ നീ നിയമം തെറ്റിച്ചതിന് ജയിലിൽ പോയി കിടക്കും. ഞാനും ഒരു അക്കൗണ്ടന്റ് തന്നെയാ. എന്താ നിനക്കറിയില്ല ഇതൊക്കെ ഇല്ലീഗൽ ആണെന്ന് എന്ന് ചോദിക്കുമ്പോ ഇയാള്, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ഞാൻ നിനക്ക് ഹാൻഡ് ഓവർ ചെയ്തേക്കാം, നീ റെഡിയാണോ, ഞാൻ നിനക്കെല്ലാം പറഞ്ഞു നിൽക്കാം എന്ന് പറഞ്ഞ് ഷെനിനെ വെല്ലുവിളിക്കുമ്പോ ഇവനാണെങ്കിൽ ലിനിനോടും ഷെയനോടും താനിത് ഏറ്റെടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഇവർ രണ്ടുപേരും അത് ചെയ്യാനായിട്ട് പറയാണ്. ആ ഒരു സ്റ്റാഫിനും അതുകൊണ്ട് തന്നെ ഒന്നും പറയാൻ പറ്റുന്നില്ല. ഷെന്നാണെങ്കിൽ ഒരു നിസ്സാരക്കാരനായിരിക്കും എന്നാണ് അയാൾ വിചാരിച്ചത്. പക്ഷെ ഇവനാണെങ്കിൽ ഒരുപാട് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉള്ളതാണല്ലോ, ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് തന്നെ അയാൾ വേറെ നിവൃത്തിയില്ലാതെ ഷെനിനോടൊപ്പം അത് ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് പോകുന്നു. അപ്പൊ അവരവിടെ നിന്ന് പോയതിനു ശേഷം ഷുയാനാണെങ്കിൽ, അല്ല പുള്ളിക്കാരൻ എന്താ ഇവിടെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ലിന്നാണെങ്കിൽ നാട്ടിലേക്ക് പോകുന്നതിന് മുന്നേ എന്നോട് ക്ഷമ ചോദിക്കാൻ വേണ്ടി വന്നതാണെന്നാ പറഞ്ഞത് എന്ന് പറയുന്നു. അതിനുശേഷം ആ ഒരു സ്റ്റാഫ് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇവനും ഇതുവരെയുള്ള ഫുള്ള് വരവും ചെലവും പ്രോഫിറ്റും ഒക്കെ തന്നെ നല്ല രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് ഉറപ്പിക്കുന്നു. എന്നിട്ട് ലിനിനോട്, നിങ്ങൾ രണ്ടുപേരും ഒരു കാര്യം അറിഞ്ഞിരിക്കണം, നിങ്ങൾക്ക് ഈ മാസം ഒരു ഇൻകവും വന്നിട്ടില്ല,
അതുകൊണ്ട് തന്നെ അടുത്ത മാസത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ട് നേരിടാൻ പോവുകയാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. പക്ഷെ ഇവർക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ മുന്നേ തന്നെ അറിയാലോ. സോ ഇവളും അതൊക്കെ ഞങ്ങൾ അറിഞ്ഞിരുന്നു, ഞങ്ങൾ എന്തായാലും ഇതിനൊക്കെ ഒരു പോംവഴി കണ്ടെത്തിക്കോളാം, നീ കറക്റ്റ് സമയം വന്ന് സഹായിച്ചതിൽ ഇവനോട് ഒരുപാട് താങ്ക്സ് പറയുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് പിറ്റേന്നാണെങ്കിൽ ആ റഷ്യന്റെ വൈഫ് ഇപ്പൊ ഹോമിങ്ങിനെ കാണാനായിട്ട് എത്തിയിരിക്കുകയാണ്. റഷ്യന് പകരമായിട്ട് ഇവനോട് ബിസിനസ് കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് എത്തിയതാണ്. ഇവര് വന്ന ഉടനെ തന്നെ ഷുയാനെയാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ ഹോമിങ് മാഡം വരുന്നത് കൊണ്ട് ഷുയാന് എനിക്കൊരു സർപ്രൈസ് കൊടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അവളുടെ കമ്പനിയിൽ ചില പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഇവിടെ ഇല്ലാത്തത്, കുറച്ച് ബിസിയാണ് എന്ന് പറയുമ്പോൾ ഇവരും എന്ത് പ്രശ്നമാണ് എന്ന് ചോദിക്കുന്നു. അപ്പൊ ഇവിടെ സ്റ്റുഡിയോയിലേക്കാണെങ്കിൽ നേരത്തെ ഒരു സപ്ലയർ വന്നിരുന്നല്ലോ, അയാളാണെങ്കിൽ ബാക്കിയുള്ള ടീമിനെ കൂടി വിളിച്ചോണ്ട് വന്നേക്കാണ് ഓരോ മേഖലയിലുള്ള. വന്നിട്ട് നേരെ തന്നെ മുന്നേ വന്നപ്പോൾ ഇയാൾക്ക് ഇവിടെ ഉണ്ടായ മോശം അനുഭവം ഷുയാനോട് പറയുമ്പോൾ ഷുയാനും അതെല്ലാം ക്ഷമ ചോദിക്കുന്നു. എന്നിട്ട് നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞ് ഇവരെ മീറ്റിംഗ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അപ്പോൾ ഇവരാണെങ്കിൽ ഇവളോട് യാൻ സ്റ്റുഡിയോ എന്തായാലും മൂന്നാമത്തെ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട് എന്നറിയുമ്പോൾ ഇവര് മുന്നേ വാങ്ങിച്ചിരുന്ന തുകയേക്കാൾ 10% കൂടുതൽ ചോദിക്കാണ്. ഷുയാനും വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു തുക സമ്മതിക്കേണ്ടി വരുന്നു. അപ്പോൾ ഷുയാൻ ആ ഒരു തുക സമ്മതിക്കുന്നത് കൊണ്ട് തന്നെ ഇവൾക്ക് ഫണ്ട് കിട്ടിയോ ഇല്ലയോ, ഇവരുടെ കമ്പനി സേഫ് ആണോ എന്ന് ഇവർക്ക് അറിയണം, അതാണ് ഇവരുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഇവളോട് നിങ്ങൾക്ക് അപ്പൊ ഫണ്ടൊക്കെ കിട്ടിയല്ലേ, എനിക്കറിയായിരുന്നു നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളെ സഹായിക്കാതിരിക്കില്ലെന്ന്, പൈസ കിട്ടിയ സ്ഥിതിക്ക് സെക്കൻഡ് ബാച്ചിന്റെ ഫുൾ പേയ്മെന്റ് സെറ്റിൽ ചെയ്തേക്ക് എന്ന് പറയുമ്പോൾ ഇവള് അതിന് സമയമായിട്ടില്ലല്ലോ, ഞങ്ങൾക്ക് സെയിൽസും കുറവായിരുന്നു, ഫണ്ടിന് കുറച്ച് ടൈറ്റ് ആണ് എന്ന് പറയുമ്പോൾ ഇയാളാണെങ്കിൽ ഫണ്ടില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിനോട് ചോദിക്കുക, അദ്ദേഹത്തിന് ഈ തുകയൊക്കെ നിഷ്പ്രയാസം എടുത്തു തരാൻ സാധിക്കും എന്ന് പറയുമ്പോൾ ഷോയാൻ ഈ ബിസിനസ്സും എന്റെ ഹസ്ബൻഡും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല എന്ന് പറയുമ്പോൾ ഇവര് എങ്കിൽ പിന്നെ ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഞങ്ങൾക്ക് എന്തായാലും നിങ്ങളെ വിശ്വസിക്കാനാവില്ല, അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ പേയ്മെന്റ് കംപ്ലീറ്റ് ആക്കിയിരിക്കണം, അല്ലാത്ത പക്ഷം നിങ്ങളുടെ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യും. എല്ലാവർക്കും അറിയാം നിന്റെ കയ്യിൽ പൈസ ഇല്ലെന്ന്, ഇൻവെസ്റ്റർ ഫ്രീസ് ചെയ്ത് വെച്ചേ കാണണം, ഇപ്പോ ഞങ്ങളെ കൂടെ നിങ്ങൾ കൊള്ളടിക്കാൻ നോക്കുകയാണല്ലേ, അതാണല്ലേ ഉദ്ദേശം, ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രശ്നം അറിയണ്ട, ഞങ്ങൾ എത്തിച്ച ബാച്ചിന്റെ പേയ്മെന്റ് ഫുള്ള് കംപ്ലീറ്റ് ആക്കി തന്നിരിക്കണം, അല്ലാത്ത പക്ഷം നിങ്ങളെ വിശ്വസിക്കാൻ ഞങ്ങൾ തയ്യാറാവില്ല എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇവളോട് സംസാരിക്കുമ്പോൾ ഷുയാനും വളരെ ദേഷ്യത്തില് ശരി സമ്മതിച്ചു, ഒരു പൈസ ഇല്ലാതെ നിങ്ങളുടെ പേയ്മെന്റ് ഫുൾ ആയിട്ട് തന്നേക്കാം, പക്ഷെ ഇനി തുടർന്ന് യാൻ സ്റ്റുഡിയോ നിങ്ങളുമായിട്ട് ബിസിനസ് ചെയ്യില്ല, നിങ്ങളുമായിട്ട് സഹകരിക്കില്ല, എല്ലാം അവസാനിപ്പിക്കുകയാണ് എന്ന് പറയുന്നു. അതോടുകൂടി ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.